സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ 2025 അതായത് കഴിഞ്ഞ വർഷത്തെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ അരിത്തമെറ്റിക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈം ഫാക്ടറൈസേഷനാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ഞാൻ ഇതിനു മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാക്ടറൈസ് ചെയ്യാനറിയാം. ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം. 90 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ആദ്യം 2 കൊണ്ട് നമുക്ക് ചെയ്യാം. 90യുടെ പകുതി വരും. ദെൻ വീണ്ടും 2 കൊണ്ട്, അപ്പോൾ വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. കാരണം 45 അല്ലേ, 45 വേണ്ട 3 കൊണ്ടോ 5 കൊണ്ടോ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പം 15 3s are 45. അഗെയിൻ 3 5s are 15. അപ്പം നമുക്ക് കിട്ടിയത് 2 × 3 × 3 × 5 എന്നാണ്. നമുക്കതിന് ഓപ്ഷനിൽ കിടക്കുന്നത് വേറൊരു രീതിയിലാണ്. 2 × 3² എന്ന് വരും. 3 2 പ്രാവശ്യം എഴുതുന്നതിന് വരും. 3² എന്ന് എഴുതിയാലും 3 × 3 എന്നാണ് അർത്ഥം. × 5. അപ്പം അതായത് ഇവിടെ ഈ 3² എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് കാണിച്ചു തരാം. 3² = 3 × 3. 3 2 പ്രാവശ്യം എഴുതുന്നതിന് പകരം സ്ക്വയർ ഇട്ടാൽ മതി. ഈ മോളിൽ 2 എഴുതി അതിനെ സ്ക്വയർ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പർ ഫോംഡ് ബൈ യൂസിങ് 4 2 0 ആൻഡ് 7. 4 2 0 7 ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ ഒന്ന് നോക്കാം. ഗ്രേറ്റസ്റ്റ് നമ്പർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി. വലുതിൽ നിന്ന് താഴോട്ട് പുറകോട്ട് എഴുതിയാൽ മതി. ഇനി സ്മോളസ്റ്റ് നമ്പർ കാണാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി. സ്മോളസ്റ്റ് നമ്പർ = 0 വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ 2 ആദ്യം ഇട്ടിട്ട് വേണം 0 എഴുതാൻ. = 2047 വരും. 2047. ഇനി ഡിഫറൻസ് കാണാൻ ഇതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഡിഫറൻസ് = 7420 - 2047. അപ്പോൾ ആൻസർ 5373 വരും. അപ്പോൾ ഇതും ചെയ്യുക. വീണ്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി മൂന്നാമത്തെ if 9432 divided by 1.25 is equal to 7545.6. then ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് മാറ്റുന്നു. 9.432 ഡിവൈഡഡ് ബൈ 12.5. അപ്പം ഇത് നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. 12.5. അപ്പം ഇതിൻ്റെ ഡെസിമൽ ഫോം മാറ്റണം. അതിന് വേണ്ടി ഡെസിമൽ പ്ലേസ് കഴിഞ്ഞാൽ 1 2 3. അപ്പം 3 zeros ഉള്ള 10ൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് അതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം ന്യൂമറേറ്ററിൽ ഒരു പ്ലേസേ ഉള്ളെങ്കിലും വിലയിൽ വ്യത്യാസം വരാതിരിക്കാൻ, ഡിനോമിനേറ്ററിൽ ഒരു പ്ലേസേ ഉള്ളെങ്കിലും വിലയിൽ വ്യത്യാസം വരാതിരിക്കാൻ ന്യൂമറേറ്റർ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്ററും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഡിവൈഡ് ചെയ്യുന്നതിന് പകരം സീറോസ് 4 zeros ആഡ് ചെയ്തിട്ട് 3 zeros ആഡ് ചെയ്തിട്ട് 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യുക. 3 0 കൊടുക്കുക. ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് പോയാൽ മതി. കാരണം ഇവിടെ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഒരു പ്ലേസേ ഉള്ളൂ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം = 0.75456 വരും ഇതിൻ്റെ ആൻസർ. അത് ചെയ്ത് പഠിക്കുക. ഡിവൈഡ് ചെയ്യുന്നു. ഇത് 2500 കൊണ്ടുള്ള 12500 കൊണ്ടുള്ള ഡിവിഷനൊന്നും നിങ്ങൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതുകൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ ചെയ്യണം. അത് ചെയ്ത് പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. ഇത്രയും ഡിജിറ്റുകളാണ് 12500. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനി ദ സം ഓഫ് 1.1 പ്ലസ് 1.01 പ്ലസ് 1.001 പ്ലസ് ഇതെല്ലാം പ്ലസ് ചെയ്യാനാണ്. സം എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നർത്ഥം. 01 പ്ലസ് 11.01 പ്ലസ് 101 101.1001. അതായത്
ഈ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് എടുത്തെടുത്തേ പറയാവുള്ളൂ. ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതി 111.1001 ഇത്. ഇനി ഈ ഡെസിമൽ പോയിന്റ് എല്ലാം നേരെ വരത്തക്ക പോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഡെസിമൽ പോയിന്റ് എല്ലാം നേരെ വരത്തക്ക പോലെ വേണം നമ്മളിത് അറേഞ്ച് ചെയ്ത് എഴുതാൻ. 1.1 പിന്നെ ഇവിടെ 0 ഒന്നും ഇല്ലാത്തടത്ത് ഡാഷ് ഇട്ട് കൊടുത്തേക്കാം, അതിൻ്റെ പ്ലേസ് മാറാതിരിക്കാൻ. ആദ്യം 4 പ്ലേസാണ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞത് 4 പ്ലേസാണ് ഉള്ളത്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 125.2311 എന്ന ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക. 125.2311 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. In a question, the division, the question of division, if divisor is 51, then quotient is 6, then remainder is 27. Then what is dividend? Dividend കാണാൻ equation of dividend is equal to divisor into divisor 51. 51 into divisor into quotient 6. Divisor into 6 plus 27. Divisor into 6 plus 27 ഈ പ്ലസ് 27. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും ഡിവൈസർ ഇൻറ്റു 6 പ്ലസ് 27. അപ്പം നമുക്ക് 816 പ്ലസ് 27 കിട്ടും, ഇസ് ഈക്വൽ ടു 843 വരും. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാ സിംപ്ലസ്റ്റ് ഫ്രാക്ഷൻ 20.0925. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടോ അത്രയും 0 ഉള്ള 10ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് 10,000. അപ്പോൾ ഇതിനെ രണ്ടിനെയും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം കിട്ടും. അത് ഡിവൈഡ് ചെയ്ത് നോക്കുക. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8037.400 കിട്ടും. ഇത് വീണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.